ഹായ് ഫ്രണ്ട്സ്, വെനീസിലെയും പാദുവിലെയും കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പിസയിലെ ചെരിഞ്ഞ ഗോപുരം കാണാൻ പോവുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടതാണ് ലീനിങ് ടവർ ഓഫ് പിസ. നേരിട്ട് കാണാൻ പോകുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. പിസയിൽ ബസ് ഇറങ്ങിയ ശേഷം ഒരു ട്രാമിലാണ് ഗോപുരത്തിനടുത്തേക്ക് പോകുന്നത്. 185 അടിയാണ് ഈ ടവറിൻ്റെ ഉയരം. 296 പടികൾ കയറി വേണം ഏറ്റവും മുകളിലെത്താൻ. ഈ ടവറിൻ്റെ നിർമ്മാണകാലത്ത് വൃത്താകൃതിയുള്ള കെട്ടിടം ഒരസാധാരണ കാഴ്ചയായിരുന്നു. 8 നിലകൾ കയറി മുകളിലെത്തിയാൽ 7 മണികൾ. പിസ കത്തീഡ്രലിൻ്റെ ഫ്രീ സ്റ്റാൻഡിംഗ് ബെൽ ടവറാണ് പിസ ടവർ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ പിസ കത്തീഡ്രൽ വളരെ മനോഹരമായി കാണാം. 1118 സമർപ്പിക്കപ്പെട്ട ഈ ചർച്ച് പിസയിലെ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനമാണ്. 1063 നിർമ്മാണം ആരംഭിച്ച് 1092 പൂർത്തിയായത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽപ്പെട്ടതാണ് പിസ ടവറും കത്തീഡ്രലും. പിസ ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയായതു മുതൽ ഗോപുരം ചെറുതായി ചെരിയാൻ തുടങ്ങി. ആദ്യം 4 ഡിഗ്രി ആയിരുന്ന ചെരിവ് 1990 ആയപ്പോഴേക്കും 5.5 ഡിഗ്രിയായി. പരിഹാര പ്രവർത്തനങ്ങൾക്ക് ശേഷം ചെരിവ് 3.97 ഡിഗ്രിയായി കുറച്ചു. ഇപ്പോൾ ടവർ ഏകദേശം സുസ്ഥിരമാണ്. 1280 മുതൽ കുറഞ്ഞത് 4 ശക്തമായ ഭൂകമ്പങ്ങളെങ്കിലും ടവർ അതിജീവിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ ഏറ്റവും വലിയ ചർച്ചാണ് പിസ ബാപ്റ്റിസ്റ്ററി. ഇതാണ് ക്യാമ്പസ് സാന്റോ മോന്യുമെൻ്റൽ ഡി പിസ, അതായത് പിസയിലെ പഴയ സെമിത്തേരി. 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണിത്. വിശുദ്ധ ഫീൽഡ് എന്നാണ് ക്യാമ്പസ് സാന്റോ എന്ന വാക്കിനർത്ഥം. ഈ മണ്ണിൽ കുഴിച്ചിടുന്ന മൃതശരീരങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ അഴുകുമെന്ന് ഒരൈതിഹ്യമുണ്ട്. ഇവിടെ കാണുന്നതാണ് സിനോപ്പി മ്യൂസിയം. പഴയകാലത്തെ രേഖാചിത്രങ്ങളും ഡ്രോയിങ്ങുകളും ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയം. ഇവിടെ കാണുന്നതാണ് പലാസോ ഡെൽ ഓപ്പറ ഡെല്ല. പിസയുടെ കത്തീഡ്രലിൻ്റെയും പിസ ടവറിൻ്റെയും നിലവിലുള്ള നിരീക്ഷണ വിഭാഗങ്ങളുടെയും സാങ്കേതിക വിഭാഗങ്ങളുടെയും ഓഫീസുകൾ ഇവിടെയാണ്. ഒലീവെണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ഒലീവ് മരങ്ങൾ ഇവിടെ സുലഭമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽപ്പെടുന്ന 50-ൽ കൂടുതൽ സ്ഥലങ്ങളുള്ള ലോകത്തിലെ ഒരേയൊരു രാജ്യമാണ് ഇറ്റലി. ഇവിടുത്തെ 54 സ്ഥലങ്ങളാണ് ഇങ്ങനെ ലോക പൈതൃക സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായ ധാരാളം പേർക്ക് ജന്മം നൽകിയ നാടാണ് ഇറ്റലി. ചിത്രകാരനും ശില്പിയുമൊക്കെയായിരുന്ന ലിയോനാർഡോ ഡാവിഞ്ചി, ഭൗതികശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രകാരനുമായിരുന്ന ഗലീലിയോ ഗലീലി, ഇറ്റാലിയൻ കടൽ സഞ്ചാരിയായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ്, അഭിനേത്രിയായ സോഫിയ ലോറൻ, കവിയും ചിത്രകാരനും ശില്പിയുമൊക്കെയായ മൈക്കൽ ആഞ്ചലോ എന്നിവർ അവരിൽ ചിലർ മാത്രം. ചർച്ച് ഓഫ് സാന്റാ റോസ. ഇതാണ് അക്വാ ക്ലോഡിയ, പുരാതന റോമൻ ജലസംഭരണി. മൊത്തം നീളം ഏകദേശം 69 കിലോമീറ്റർ. 14 റോമൻ ജില്ലകൾക്കും വെള്ളം നൽകുന്ന ജലസംഭരണിയാണിത്. റോമൻ ഫോറം പുരാതന കാലത്ത് ഒരു മാർക്കറ്റായിരുന്നു. പണ്ട് കാലത്ത് കുതിരയോട്ട മത്സരങ്ങൾ ഇവിടെ സർവ്വസാധാരണമായിരുന്നു. അതിനുപയോഗിച്ചിരുന്ന വീഥികൾ. മധ്യകാല ലോകാത്ഭുതങ്ങളിൽ ഉൾപ്പെട്ട ഇറ്റലിയിലെ 2 നിർമ്മിതികളാണ് പിസയിലെ ചരിഞ്ഞ ഗോപുരവും കൊളോസ്യവും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കൊളോസ്യമാണ്. റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പൊതുവിനോദ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുത്. 50,000-ലേറെ കാണികളെ ഉൾക്കൊള്ളിക്കുമായിരുന്ന ഈ പോരങ്കണം അക്കാലത്തെ ക്രൂര വിനോദമായ ഗ്ലാഡിയേറ്റർ മല്ലയുദ്ധത്തിൻ്റെ വേദിയായിരുന്നു. AD 72-ലാണ് കൊളോസ്യത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. AD 80-ൽ പൂർത്തിയാക്കി. 48 മീറ്റർ ഉയരവും 188 മീറ്റർ നീളവും 156 മീറ്റർ വീതിയുമുള്ള വമ്പൻ സ്റ്റേഡിയമായിരുന്നു ഇത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെന്ന് ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ അക്കാലത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ രക്തം പുരണ്ട സ്ഥലമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. ഇതാണ് പാലറ്റൈൻ ഹിൽ. 7 കുന്നുകളുടെ നഗരം എന്ന ഒരു വിശേഷണം റോമിനുണ്ടല്ലോ. അതിലൊരു കുന്നാണ് പാലറ്റൈൻ ഹിൽ. ഈ കുന്നിൻ്റെ മധ്യഭാഗത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായും ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ് ഇവിടെയുള്ളത്. ദി ആർച്ച് ഓഫ് കോൺസ്റ്റന്റൈൻ.
കൊളോസിയത്തിനും പാലറ്റൈൻ ഹില്ലിനും ഇടയിലുള്ള ഈ കമാനം റോമിലെ ഒരു വിജയ കമാനമാണ്. 2024 സെപ്റ്റംബർ 3 മിന്നലേറ്റ് കമാനത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചു. റോമൻ ഗ്ലാഡിയേറ്റർ സ്റ്റാച്യു. പോണ്ടെ സിസ്റ്റോ. ടൈബർ നദിക്ക് കുറുകെയുള്ള റോമിലെ ചരിത്ര കേന്ദ്രത്തിലെ ഒരു പാലമാണ് പോണ്ടെ സിസ്റ്റോ. ഇപ്പോൾ കാണുന്ന പാലം 15-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ചതാണ്. നിലവിൽ കാൽനട യാത്രക്കാർക്ക് മാത്രമേ ഈ പാലം വഴി സഞ്ചരിക്കാൻ സാധിക്കൂ. ഈ പാലം നിർമ്മിക്കാൻ കൊളോസിയത്തിലെ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടത്രേ. 3 ദിവസമാണ് ഞങ്ങൾ ഇറ്റലിയിൽ താമസിക്കുന്നത്. ഒന്നാമത്തെ ദിവസം പാദവയിലും പിന്നീടുള്ള 2 ദിവസങ്ങൾ പിസയിലും റോമിലും. ട്രെവി ഫൗണ്ടൻ. റോമിലെ ട്രെവി ജില്ലയിൽ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ജലധാരയാണിത്. 86 അടി ഉയരവും 161 അടി വീതിയുമുള്ള ഈ ഫൗണ്ടൻ നഗരത്തിലെ ഏറ്റവും വലുതും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ജലധാരകളിൽ ഒന്നുമാണ്. റോമൻ കന്യക അഗ്രിപ്പയുടെ മനോഹരമായ ശില്പം ഇവിടെയുണ്ട്. 3 തെരുവുകൾ കൂടിച്ചേരുന്ന ഇടം എന്നതിൽ നിന്നാണ് ട്രിവി എന്ന പേര് വന്നത്. ഈ ശാശ്വത നഗരം വിടുന്നതിന് മുൻപ് ജലധാരയിലേക്ക് ഒരു നാണയം എറിഞ്ഞാൽ ഐശ്വര്യമുണ്ടാവുമെന്ന ഒരു വിശ്വാസം ഇവിടുത്തുകാർക്കുണ്ട്. 2016 ഏകദേശം $1.5 മില്യൺ ജലധാരയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരിത്താസ് അസോസിയേഷന് സംഭാവന ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇത്തരം വിശ്വാസങ്ങൾ നല്ലതിനാണെന്ന് തോന്നി. പാന്തിയോൺ. പുരാതനമായ ഒരു റോമൻ ക്ഷേത്രം. പുരാതന റോമൻ കെട്ടിടങ്ങളിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് പാന്തിയോൺ. പാന്തിയോണിന് മുന്നിലുള്ള ചത്തുരമാണ് പിയാസ ഡെല്ല റൊട്ടോണ്ട. പാന്തിയോൺ എന്ന വാക്കിനർത്ഥം എല്ലാ ദൈവങ്ങളുമായും ബന്ധപ്പെട്ടത് എന്നാണ്. AD 650 ബോണിഫസ് 4 മാർപ്പാപ്പയ്ക്ക് നൽകുകയും അദ്ദേഹം അതിനെ ഒരു ക്രിസ്തീയ ദേവാലയമാക്കി മാറ്റുകയും ചെയ്തു. ഇറ്റലിയിലെ പല രാജാക്കന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ഫ്രോസൺ യോഗട്ടിന് ക്യൂ നിൽക്കുന്നവർ. ഇവിടുത്തെ ഏറ്റവും പ്രധാന ഭക്ഷണമാണ് പിസ്സ, പാസ്ത, അതുപോലെ ജെലാറ്റോ ഐസ്ക്രീം. ഇറ്റലിക്കാർ പൊതുവെ നല്ല ഭക്ഷണപ്രിയരുമാണ്. ഞങ്ങളും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ. ചർച്ച് ഓഫ് സാന്റാ മറിയ ഡഗ്ലി ഏഞ്ചൽ. കാസിൽ ഓഫ് ദി ഹോളി ഏഞ്ചൽ എന്ന് വിളിക്കപ്പെടുന്ന ഹാഡ്രിയൻ്റെ ശവകുടീരം. ആദ്യകാലത്ത് ഹാഡ്രിയൻ ചക്രവർത്തിയുടെയും കുടുംബത്തിൻ്റെയും ശവകുടീരമായിരുന്ന ഈ കെട്ടിടം പിന്നീട് മാർപ്പാപ്പമാർ കോട്ടയായി ഉപയോഗിച്ചു. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളായ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെ നമ്മെ ആകർഷിച്ചത് അവിടുത്തെ പ്രകൃതി ഭംഗിയായിരുന്നെങ്കിൽ ഇവിടെ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പഴക്കമുള്ള കെട്ടിടങ്ങളും അവയുടെ അവശിഷ്ടങ്ങളുമാണ് നമ്മെ ആകർഷിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പൈതൃകമുള്ള രാജ്യം ഇറ്റലിയാണ്. അടുത്തതായി നമ്മൾ റോമിലേക്ക് പോവുകയാണ്. പോപ്പ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് ബുധനാഴ്ചയും ഞായറാഴ്ചയുമാണ്. വത്തിക്കാനിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.